നീലമയത്തിലാണ് ദിയയുടെ വീട്ടുകാർ ഓമിക്കുഞ്ഞിനെ സ്വീകരിച്ചത്. എന്തിനും ഏതിനും ദിയയ്ക്കൊപ്പം ഉണ്ടായിരുന്നു അവർ. എന്നാൽ വീഡിയോകളിലൊന്നും അശ്വിൻ്റെ വീട്ടുകാരെ കാണാതായതോടെ പലരും കമന്റുകളിലൂടെ കുഞ്ഞിനെ തിരക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ പ്രസവശേഷം ദിയയെയും കുഞ്ഞിനെയും കാണാൻ എത്തിയിരിക്കുകയാണ് അശ്വിൻ്റെ വീട്ടുകാർ. അശ്വിൻ്റെ അമ്മയും ചേട്ടനും ഭാര്യയും മകളുമാണ് എത്തിയത്. അശ്വിൻ്റെ അച്ഛൻ ഗണേഷ് കുഞ്ഞിനെ കാണാൻ എത്തിയിട്ടുമില്ല. അതിൻ്റെ കാരണം അറിയില്ലെങ്കിലും വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും കുഞ്ഞിനെ ചേർത്തു പിടിച്ച് ഓമനിക്കുകയായിരുന്നു മീനമ്മ. ഗർഭിണിയായിരുന്ന കാലത്തുടനീളം മീനമ്മയുടെ ഭക്ഷണ വിഭവങ്ങളെല്ലാം രുചിയോടെയായിരുന്നു ദിയ ആസ്വദിച്ചിരുന്നത്. മരുമകൾ വന്നാൽ അവൾക്കിഷ്ടപ്പെട്ട തമിഴ് വിഭവങ്ങളെല്ലാം മീനമ്മ ഒരുക്കി നൽകിയിരുന്നു. ദിയ കുഞ്ഞിന് പാല് കൊടുക്കവെയാണ് മീനമ്മയും മക്കളും എത്തിയത്. തുടർന്ന് അല്പനേരം കാത്തിരുന്നാണ് രണ്ടാമത്തെ പേരക്കുട്ടിയെ മീനമ്മ കണ്ടതും കണ്ണെടുക്കാതെ കയ്യിൽ വെച്ച് ഓമനിച്ചതും. തൊട്ടരികെ അശ്വിൻ്റെ ചേട്ടൻ്റെ മകളും ഉണ്ടായിരുന്നു. നീല വസ്ത്രമണിഞ്ഞ് വരാൻ പറ്റുമെങ്കിൽ വരണേയെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അശ്വിൻ്റെ ചേട്ടൻ കിഷോർ മാത്രമാണ് നീല ഷർട്ടിട്ട് എത്തിയത്. ചേട്ടത്തിയമ്മ റെഡ് ആൻഡ് ബ്ലാക്ക് കുർത്തയും മകൾ കറുത്ത വസ്ത്രവും ഇട്ടപ്പോൾ മീനമ്മ പച്ചയും റോസും നിറത്തിലുള്ള പട്ടുസാരിയുമാണ് ഉടുത്തത്. കുഞ്ഞിനെ മടിയിൽ പിടിച്ച് ഓമനിക്കുന്ന അശ്വിൻ്റെ ചേട്ടനെയും അത് നോക്കി നിൽക്കുന്ന ഭാര്യയെയും തൊട്ടരികെ നിൽക്കുന്ന മകളെയുമെല്ലാം വീഡിയോയിൽ കാണാം. കുഞ്ഞുവാവയെ എത്രയും വേഗം കളിക്കാൻ കൂടെ കിട്ടാനുള്ള തിടുക്കമാണ് ആ ചേച്ചിപ്പെണ്ണിൻ്റെ മനസ്സിലുള്ളത്. കുഞ്ഞാവയെ ഒന്നുമ്മ വയ്ക്കാനുള്ള എല്ലാ തിടുക്കവും അവളിൽ കാണുകയും ചെയ്യാം. ദിയയുടെയും അശ്വിൻ്റെയും കുഞ്ഞിനെ കണ്ണെടുക്കാതെ മാറി മാറി നോക്കി മുതിർന്നവർക്കൊപ്പം തന്നെ നടക്കുകയായിരുന്നു അവളും. തുടർന്ന് തൻ്റെ അനുജന്റെ വാവയെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അശ്വിൻ്റെ ചേട്ടൻ കിഷോർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ഹൃദയം ഓമി കീഴടക്കി കഴിഞ്ഞുവെന്നാണ് കിഷോർ പറഞ്ഞത്. അതേസമയം അശ്വിൻ്റെ കുടുംബത്തെ കാണുന്നില്ലല്ലോ എന്ന പരാതി ഇക്കഴിഞ്ഞ ദിവസം ദിയയുടെ വീഡിയോ വന്നപ്പോഴാണ് കെട്ടടങ്ങിയത്. അതേസമയം ട്രെൻഡിങ്ങിൽ ഒന്നാമതായാണ് ദിയയുടെ വീഡിയോ മുന്നേറുന്നത്. എന്തൊരു സ്ട്രോങ് മമ്മയാണ് നീയെന്ന് ദിയ കൃഷ്ണയോട് പേളിമാണി വീഡിയോയ്ക്ക് താഴെ കുറിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രണയം, വിവാഹം, പ്രഗ്നൻസി ടൈം എന്നിങ്ങനെ അത്രയേറെ ഓളമുണ്ടാക്കിയ രണ്ടാളുകളാണ് പേളിയും ദിയയും. ഇവരുടെ വിവാഹം പോലും സാമ്യതകൾ ഏറെയാണ്. ഒരുപക്ഷെ പേളിമാണിയുടെ പ്രഗ്നൻസി പീരീഡ് പോലെ തന്നെയായിരുന്നു ദിയയുടേതും. ഞങ്ങൾ കാത്തിരുന്ന ഒരു വീഡിയോ പേളിയുടേതാണ് ഇതേപോലെ എന്നാണ് ദിയ കൃഷ്ണയുടെ മകൻ്റെ ബർത്ത് വ്ളോഗ് പുറത്തു വന്നപ്പോൾ മിക്ക ആളുകളും കുറിച്ചത്. വാക്കുകൾക്കതീതമാണ് ഓസി നിന്റെ ജേണി. നോർമൽ ഡെലിവറിയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ വേദന എത്രയുണ്ട് എന്ന് ഊഹിക്കാം. സിസേറിയനും ബുദ്ധിമുട്ടുകൾ ഏറെയാണ് എങ്കിലും ഓസിയുടെ പേടി കണ്ടപ്പോൾ സി സെക്ഷൻ തിരഞ്ഞെടുക്കുമെന്ന് കരുതി എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു അശ്വിൻ്റെയും ദിയയുടെയും വിവാഹം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.